ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം, ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മളെ ട്രിക്ക് 9,900 കോയിന് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ അക്കൗണ്ട് ഞാൻ എടുത്തു കൊടുത്താണ്. അപ്പം എന്താ പറയുക, മെസ്സിയെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ സെക്കൻഡ് ഡേയിൽ ഞാൻ എടുത്തപ്പോൾ റെക്കോർഡ് ചെയ്ത ഒരു വീഡിയോ ആണ്. അപ്പം അത് നിങ്ങൾക്ക് കാണിക്കാമെന്ന് വെച്ചു. ഗായ്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു ട്രിക്കാണ് അവൻ്റെ അക്കൗണ്ട് ചെയ്തത്. അതായത് ഞാൻ കോളേജിൽ പോയപ്പോൾ ചെയ്താട്ടോ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് മെസ്സിനെ ആയിരുന്നു സെക്കൻഡ് ഇതിൽ കിട്ടിയത്. എന്തായാലും അത്യാവശ്യം നന്നായിട്ട് 108 റേറ്റഡ് ആയിട്ടുള്ള ഒരു മെസ്സിയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ട്രിക്കാണ്. അപ്പോൾ കുറച്ച് നേരം ടൈം എടുക്കും, പക്ഷേ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ട്രിക്ക് ഏകദേശം വർക്ക് ആവുന്ന ഒരു ട്രിക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ എന്താ പറയുക 100 അല്ലെങ്കിൽ 200 ഇട്ടാൽ മതി ഗൈസ്. ഞാനിപ്പം നമ്മുടെ ഇന്ത്യയിൽ 900 ഇട്ട്. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ 100 ഇട്ടാലും മതി ഓൾറെഡി. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ വേറെ നല്ല അത്യാവശ്യം നല്ല കാർഡാണ്. എനിക്കിനി ഇപ്പോൾ പ്രീമിയം പാക്ക് എടുക്കണം. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പാക്കിൽ എൻ്റെ അക്കൗണ്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ റൊണാൾഡോനെ ഇന്നലെ കിട്ടിയായിരുന്നു. അപ്പോൾ ഞാനത് വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുന്ന ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. ഓക്കെ ഗൈസ്, ഞാൻ ഫസ്റ്റ് ടൈം എന്താ പറയുക ഗെയിം പ്ലാനും കാര്യങ്ങളൊന്നും മാറ്റിയിട്ടില്ല. കാരണം നമ്മൾ സാധാരണ ഇടുന്ന പോലെ തന്നെ അതിനുശേഷം നമ്മുടെ മെസ്സിനെ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഒറ്റ വട്ടം. അതിനുശേഷം എല്ലാം ഒന്ന് അടിയിലേക്ക് പോകുന്നു ഗൈസ്. ഇത് പ്രൊബോളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ കുറച്ച് ടൈം എടുക്കുമെങ്കിലും നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടാനുള്ള ഒരു വഴിയാണ്. അതിനുശേഷം ഞാൻ ഗൈസ് എഫക്റ്റ് ആൻഡ് കണ്ടീഷൻ നോക്കുന്നുണ്ട്. അതിനുശേഷം ഡീറ്റെയിൽസ് നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിനുശേഷം ജസ്റ്റ് ഞാൻ അതേപടി നമ്മൾ എങ്ങനെയാണോ വന്നത് അതേപടി എല്ലാം ഒന്ന് ജസ്റ്റ് സ്ക്രോൾ ചെയ്തിട്ട് ബാക്കോട്ട് ഇറങ്ങുക. നമ്മൾ ഒരു പ്രാവശ്യം കൂടെ റൊട്ടേറ്റ് ചെയ്തിട്ട് ബാക്കോട്ട് ഇറങ്ങുക. കുറച്ച് നേരത്തെ ടൈമിലി പ്രോസസ് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എളുപ്പത്തിൽ പെട്ടെന്ന് കിട്ടുന്ന ഒരു ട്രിക്കാണ് ഗൈസ്. അപ്പോൾ 100 ഒക്കെ നിങ്ങൾ ഇട്ടാൽ മതി. ഓക്കെ, അതിനുശേഷം ഗൈസ് ഞാനിതാ ബാക്ക് വരികയാണ്. അതിനുശേഷം നമ്മൾ ഡീറ്റെയിൽസ് നോക്കുക കേട്ടോ. ഫസ്റ്റ് നിങ്ങൾ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് നോക്കുക, ഒരു പ്ലെയറിന് മാത്രം തൊട്ടിട്ട്. അതിനുശേഷം ഗൈസ് ഞാനിതാ നമ്മൾ വീണ്ടും സുവാരസിന് എടുക്കുകയാണ്. ഓക്കെ, അല്ല നെയ്മറിന് എടുത്താൽ മതി, നിങ്ങളുടെ ഇതിനനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതി. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ മെസ്സിന്റെ പ്രോസസ്സ് ചെയ്ത പോലെ തന്നെ ജസ്റ്റ് എല്ലാം ഒന്ന് മെല്ലെ ആയാലും മതി ഗൈസ്. ചെറുതായിട്ട് മെല്ലെ ആയാലും കുഴപ്പമൊന്നുമില്ല. കാരണം പോപ്പുലാരിറ്റി കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, സുവാരസ് ആയാലും എല്ലാം എങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിന്റെ അക്കൗണ്ട് നമ്മൾ 900 ആണ് പൊട്ടിച്ചത്. എന്നാലും ചെക്കന് കിട്ടി, മെസ്സിനെ കിട്ടിയല്ലോ. അപ്പോൾ അത്രയും സന്തോഷം. അതിനുശേഷം നമ്മൾ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് നോക്കുന്നു. നേരത്തെ നമ്മൾ ഡീറ്റെയിൽസ് നോക്കി, ഇപ്പോൾ നിങ്ങൾ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് നോക്കിയാൽ മതി. അതിനുശേഷം ഗൈസ് നമ്മൾ ഇതേ ട്രിക്ക് തന്നെ നെയ്മറിൽ നോക്കുകയാണ്. നെയ്മറിന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇതേപോലെ ചെയ്യുന്നു. എന്തായാലും ഗൈസ് മെസ്സി കാർഡ് അത്യാവശ്യം നന്നായിട്ട് തന്നെ പൊളിയാന്ന് ചെക്കൻ പറഞ്ഞു. ഓക്കെ, 108 റേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ മെസ്സിയാണ്. പിന്നെ ഇന്നലത്തെ റൊണാൾഡോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഓൾറെഡി ഫസ്റ്റ് ഇംപ്രഷൻ ഇട്ടായിരുന്നു നമ്മുടെ ലൈവിൽ. ഓക്കെ, അപ്പോൾ എന്തായാലും ഗൈസ് ഞാൻ ആ ട്രിക്ക് വേണമെങ്കിൽ ഉറപ്പായിട്ട് എന്താ പറയുക നാളത്തെ നമ്മൾ എപ്പിക്കിടുന്ന വീഡിയോയിൽ വേണമെങ്കിൽ സോർട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ ആ ഒരു ട്രിക്ക് ഉറപ്പായിട്ട് 100% കിട്ടുന്നതാണ് നിങ്ങൾക്ക് വേണ്ട പ്ലെയറിനെ ഗൈസ്. അപ്പോൾ ഞാനിതാ നമ്മൾ ചെയ്ത പോലെ തന്നെ ബാക്ക് ഇറങ്ങി. അതിനുശേഷം ഗൈസ് ഞാനിതാ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു 10 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യാണ്. കാരണം വേറെ നല്ല കേസ് നമ്മൾ ഇത്ര നേരം ചെയ്തത് ഒന്ന് പ്രോസസ്സ് ആവാൻ വേണ്ടിയിട്ടാണ്. കാരണം പെട്ടെന്ന്, അതായത് ഒന്നാമത് കേസ് സിയോയിൽ എടുക്കുകയാണ്. കാരണം ഒന്നാമതെന്ന് വെച്ചാൽ ഈ ഒരു പാക്കിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കൊനാമി ചിലവർക്കൊക്കെ അതായത് ഫസ്റ്റ് ട്രൈയിൽ ചിലപ്പോൾ കിട്ടും കേസ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടോ. ചിലപ്പോൾ സെക്കൻഡ് ട്രൈയിലും കിട്ടാം. കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് 900 ഇടേണ്ട കേസ്, 900 ആരും ഇടേണ്ട കേസ്. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ സെക്കൻഡിൽ 900 ഇട്ട് സെർജിയോ റോബോട്ടോ ഇട്ടു. ഫസ്റ്റ് സെർജിയോ റോബോട്ടിന് എടുക്കുന്ന 2 പ്രാവശ്യം കഴിച്ചു. ഓക്കെ, അതിനുശേഷം ബാക്ക് പോവാണ്. 3ാമത്തെ പ്രാവശ്യം എടുക്കുന്നു സെർജിയോ റോബോട്ടോ. ഗൈസ് നിങ്ങൾ 900 ഇടേണ്ട ആവശ്യമില്ല. കാരണം വേറെ ഒന്നുമില്ല, എന്താ പറയുക ഈ 1000 ഒക്കെ കുറെ പാക്കിന് വേസ്റ്റ് ചെയ്തതിന് കുറെ പേര് പറഞ്ഞായിരുന്നു ഒന്ന്. അപ്പോൾ അവര് ഉറപ്പായിട്ടും 100 200 അങ്ങനെ ഇട്ടാൽ മതി ഗൈസ്. ആൽബൈൻ എടുക്കുന്നു. കാരണം നമ്മുടെ ചെക്കൻ്റെ അക്കൗണ്ടിൽ കുറച്ച് പൈസ കോയിൻ ഉണ്ടായിരുന്നു ഏകദേശം. അതുകൊണ്ട് ഞാൻ 900 ഇട്ടത്. അപ്പോൾ ഫസ്റ്റ് ട്രൈ തന്നെ കിട്ടുകയും ചെയ്തു ഗൈസ്. അപ്പോൾ ഞാൻ പിന്നെ നമ്മുടെ സെർജിയോ ബുസ്കറ്റ്സിന് എടുക്കുകയാണ് ഗൈസ്. ഇത് നമുക്ക് ഫ്രീ ഉണ്ട്, ഓൾറെഡി കിട്ടിയതാണ് ഇന്നലെ. സെർജിയോ ബുസ്കറ്റ്സിന് ഒന്നുകൂടെ എടുക്കുന്നു. പിന്നെ ഗൈസ് അതിനുശേഷം നമ്മുടെ സെർജിയോ ബുസ്കറ്റ്സിനെ 3 പ്രാവശ്യം എടുത്തതിന് ശേഷം നമ്മുടെ സ്റ്റീഗൻ എടുക്കുന്നു. സ്റ്റീഗൻ എടുത്തതിന് ശേഷം വീണ്ടും ബാക്ക് പോകുന്നു ഗൈസ്. ഇത് ഈ ഒരു പാക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ തന്നെ വെക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. സ്റ്റീഗൻ എടുക്കുന്നു. ഇതേ പ്രോസസ് നിങ്ങൾ ചെയ്താൽ മതി. കുറച്ച് ടൈമിലി പ്രോസസ് ആണെങ്കിൽ ഗൈസ് നിങ്ങൾ ഉറപ്പായിട്ടും ഫ്രണ്ട് തൊട്ട് അറ്റം വരെ കാണണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതാണ് ആൽബാനെ റൊട്ടേറ്റ് ചെയ്ത് ജസ്റ്റ് ഇതേപോലെ നോക്കുന്നു. കുറച്ച് ടൈമിലി പ്രോസസ് ആയിരിക്കും ഗൈസ്, പക്ഷേ നിങ്ങൾക്ക് ഉറപ്പായിട്ട് 100% കിട്ടുന്ന ഒരു ട്രിക്കാണ്. ഈ ഒരു ട്രിക്കാണ് ഞാൻ അവൻ്റെ വർക്ക് ചെയ്തത്. അതാണ് എനിക്ക് ഫസ്റ്റ് തന്നെ ട്രിക്കും അടിച്ചത് ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ കാണുക, അപ്പോഴേ നിങ്ങൾക്ക് അടിക്കുള്ളൂ. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്, ഉറപ്പായിട്ടും കിട്ടും, കിട്ടാണ്ടിരിക്കില്ല ഗൈസ്. അപ്പോൾ നമ്മൾ സെർജിയോ ബുസ്കറ്റ്സിന് ജസ്റ്റ് ഇങ്ങനെ എടുക്കുന്നു, ബാക്ക് പോകുന്നു ഗൈസ്. അതിനുശേഷം നമ്മളിതാ എന്താ പറയുക നമ്മുടെ സ്റ്റീഗനെ വീണ്ടും എടുക്കുന്നു ഗൈസ്. ഈ ഒരു ട്രിക്ക് കൊണ്ടാണ് കുറേ പേർക്ക് കിട്ടിയായിരുന്നു. നമ്മൾ എന്താ പറയുക കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടതിൽ കുറേ പേർക്ക് കിട്ടിയെന്ന് പറഞ്ഞത്. അതേപോലത്തെ വേറൊരു ട്രിക്കാണ്. അപ്പോൾ എന്തായാലും ഞാൻ യൂസ് ചെയ്തിട്ട് പ്രൊബോളിറ്റി കൂടാൻ വേണ്ടിയിട്ട് ഗൈസ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ലൂയിസ് സുവാരസിന് എടുക്കുന്നു. കാരണം നിങ്ങൾക്ക് അധികം കോയിനൊന്നും വേസ്റ്റ് ചെയ്യേണ്ടി വരില്ല. സുവാരസിന് 2 വട്ടം ഞാൻ എടുത്തു. 3ാമത്തെ വട്ടം എടുക്കുകയാണ്, ബാക്ക് പോകുന്നു ഗൈസ്. അപ്പോൾ എന്താ പറയുക
വീണ്ടും ഞാൻ സുവാരസിനെ എടുക്കുന്നു ഗൈസ്. വേറൊന്നും കൊണ്ടല്ല, നമ്മളെന്താ പറയുക, ഒരു കാർഡ് കുറേ പ്രാവശ്യം ആക്കുമ്പോൾ അതുമായിട്ടൊരു ബന്ധം വരും, അൽഗോരിതം വരും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ തന്നെ എടുക്കുന്നത്. നെയ്മർ എടുക്കുന്നു. ഓക്കെ, നെയ്മർ എടുക്കുന്നു ഗൈസ്. ഇതിപ്പോൾ എൻ്റെ അക്കൗണ്ടാണ്. അപ്പോൾ നേരത്തെ കാണിച്ച എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അക്കൗണ്ടിൽ ഞാൻ എടുത്തു കൊടുത്തതിൻ്റെ റെക്കോർഡിംഗ് വീഡിയോ ആണ്. അപ്പം അവനിൽ ട്രിക്ക് യൂസ് ചെയ്ത വീഡിയോ, ഇതേ ട്രിക്കാണ് ഞാൻ യൂസ് ചെയ്തത് ഇന്നലെ. അപ്പോൾ അവനടിച്ചു. ഞാൻ എന്തായാലും എനിക്ക് അടിക്കുമെന്ന് വിചാരിക്കുന്നു മെസ്സി. എന്താ പറയുക, അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കും ഉറപ്പായിട്ടും കേട്ടോ. നിങ്ങൾക്ക് ഉറപ്പായിട്ട് അടിക്കും. 100 ആയാലും 200 ആയാലും അടിക്കും ഗൈസ്. ഓക്കെ, അടിക്കാണ്ടിരിക്കില്ല. പക്ഷെ ഞാൻ എന്താ വെച്ചാൽ കോയിൻ നമ്മളെ പ്രീമിയം പാക്ക് എടുക്കാൻ വെയിറ്റിംഗ് ആയതുകൊണ്ടാണ് ഞാൻ അത്ര കോയിൻ കളയാത്തത്. അപ്പം എനിക്ക് പ്രീമിയം പാക്ക് എടുത്തിട്ട് ഇനിയിപ്പം അടുത്ത മൺഡേ വരുന്ന പാക്കുകൾ ഞാൻ കാണിച്ചു തരാം. ലാസ്റ്റ് വീഡിയോൻ്റെ ലാസ്റ്റ് എഫക്റ്റ് ആൻഡ് കണ്ടീഷൻ എടുക്കുന്നു ഗൈസ്. അതിനുശേഷം ഡബിൾ ടച്ച് ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല കാർഡാണെന്ന് എല്ലാവരും പറഞ്ഞത്. മെസ്സി കാർഡ് ഏകദേശം 108 റേറ്റഡ് ആണ്. സീനാണ്. നമ്മൾ ഇന്നലെ ലൈവിൽ ഓൾറെഡി നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ അക്കൗണ്ടിൽ ഉണ്ട് മെസ്സി ഗൈസ്. അപ്പം ഞാനിത് 2 വട്ടം ഫസ്റ്റ് ഒന്ന് ക്യാൻസൽ അടിച്ച് കളയും. ഓക്കെ, ജസ്റ്റ് ഞാനൊന്ന് വെയിറ്റ് ചെയ്യാണ് ഗൈസ്. കാരണം ഇത്ര നേരം നടന്നതിൻ്റെ ഒരു പ്രോസസ്സ് പ്രൊബോളിറ്റിയാണ്. അപ്പോൾ അതിന് വേണ്ടിയായിട്ട്, കാരണം ഞാൻ സെക്കൻഡിലായാലും ഇതേപോലെയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും ഗൈസ്. 900 ആരും ഇടണ്ട ഗൈസ്. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പം എന്താ കുറേ എമൗണ്ട് ഇടാൻ ആഗ്രഹിക്കുന്ന ഉറപ്പായിട്ടും 100, 200, 300 അങ്ങനെ ഇട്ടാൽ മതി. ഉറപ്പായിട്ട് നിങ്ങൾക്ക് സെക്കൻഡ് ട്രൈ, തേർഡ് ട്രൈയോ ഫസ്റ്റ് ട്രൈ ഉറപ്പായിട്ട് അടിക്കും ഗൈസ്. ഓക്കെ, എനിക്ക് അടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അടിക്കും. കാരണം വേറെ ഒന്നും നമ്മൾ ഇതേ ട്രിക്കാണ്. അപ്പം ഞാൻ എന്തായാലും എൻ്റെ അക്കൗണ്ടിൽ ഇട്ട് നോക്കിയിട്ടുണ്ട്. എനിക്ക് 2 അക്കൗണ്ട് ഉണ്ട് കേട്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഹിയർ വി ഗോ. എനിക്ക് ബേസാണ് കിട്ടിയത്. ചിലപ്പോൾ സെക്കൻഡ് ട്രൈയോ തേർഡ് ട്രൈയോ മിക്കവാറും കിട്ടും ഗൈസ്. അപ്പം ഞാൻ എന്തായാലും വേറെ ഒന്നും കൊണ്ടില്ല, എനിക്ക് പ്രീമിയം പാക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോയിൻ സേവ് ചെയ്ത് വെച്ചേക്കായിരുന്നു. അതുകൊണ്ടാണ് ഗൈസ് ഞാൻ അധികം ഇടാത്തത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്ന ഒരു ട്രിക്കാണ്. നമുക്ക് ആഡം എന്ന് പറഞ്ഞ ആംസ്ട്രോങ് ഒരു പ്ലെയറാണ് കിട്ടിയത്. അപ്പോൾ ഉറപ്പായിട്ടും ഗൈസ് എന്താ പറയുക, ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും കുറേ പേരൊക്കെ എന്താ പറയുക 2500 കോയിനും ഒക്കെ വേസ്റ്റ് ചെയ്തവരുണ്ടെന്നാണ് കേട്ടെ. അപ്പം ഒന്നും കിട്ടാത്ത. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ എന്താ പറയുക അങ്ങനെയുള്ളവർ ഉറപ്പായിട്ട് ഈ ഒരു ട്രിക്ക് വർക്ക് ചെയ്ത് നോക്കുക ഗൈസ്. കാരണം വേറെ ഒന്നുമല്ല, എന്താ പറയുക, ഈ ഒരു ട്രിക്ക് കൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടാണ്ടിരിക്കില്ല. ഉറപ്പാണ്. ചിലപ്പം കുറച്ച് ടൈംലി പ്രോസസ് ആണെങ്കിലും ഉറപ്പായിട്ടും കിട്ടും ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ പറയാൻ വന്ന ഗൈസ് എന്താ പറയുക, ഈ വരുന്ന മൺഡേ നല്ലൊരു പാക്കുകളാണ് വരുന്നത്. നമ്മുടെ സിൽവേൻ്റെയും ഡേവിഡ് ബെക്കാമിൻ്റെയും ഫ്രാങ്ക് ലാംബാർഡിൻ്റെയും ഇതാണ് ഗൈസ്. അപ്പം ഇവർ തമ്മിലുള്ളൊരു കമ്പാരിസൻ്റെ എന്താ പറയുക ഓൾറെഡി എൻ്റെ ഒരു സ്റ്റാറ്റസ് ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ ആരെങ്കിലും ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഗൈസ് നമുക്ക് ഈ ഒരു പാക്കും എടുക്കണം. അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ പ്രീമിയം പാക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഗൈസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി 8 മണിയാകുമ്പോഴായിരിക്കും ഗൈസ് ലൈവ് വരെ. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ എന്താ പറയുക, ഉറപ്പായിട്ടും ഗൈസ് നിങ്ങളൊരു ഫസ്റ്റ് ട്രൈ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, സെക്കൻഡ് ട്രൈ തേർഡ് ട്രൈ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഉറപ്പായിട്ടും എന്താ പറയുക, ജസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഗൈസ് എന്താ പറയുക, വർക്കിംഗ് ട്രിക്കാണ്. ഉറപ്പായിട്ടും എൻ്റെ അക്കൗണ്ട് കിട്ടിയില്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടിൽ എടുത്തു കൊടുത്ത ട്രിക്കാണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക ഗൈസ്. അപ്പോൾ മറ്റു വീഡിയോ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ. ഓക്കെ, ബൈ ഗൈസ്.